we can discuss about form of insulin. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഏതൊക്കെയാണ് പാങ്ക്രിയാസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകൾ, ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ പറയും. ഇനി ഇൻസുലിൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലാണ്. അപ്പോൾ എന്താണ് ഡയബറ്റിക് മെലിറ്റസ് എന്നും എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ ഇൻസുലിൻ എങ്ങനെയാണ് അതിൻ്റെ റിലീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ഇനി ഇൻസുലിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസുകൾ എന്തൊക്കെയാണ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ പ്രിപ്പറേഷൻസ്. നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് എൻലിസ്റ്റ് 5 preparations of insulin and write the mechanism of action ADR and what will advice will you given to the patient who are taking insulin എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ as we know there are different glands in our body like pituitary, thyroid, parathyroid, pancreas, adrenal, gonads ഇങ്ങനെയുള്ള പല ഗ്ലാൻസുകളുണ്ട്. അതിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സ് നിന്ന് റിലീസ് ചെയ്യുന്ന 2 ഹോർമോൺസുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിൽ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്ന സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസുകളാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഹോർമോൺ എന്ന് പറയുന്നത് രണ്ടും കോംപ്ലിമെന്ററി ആക്ഷൻസുകൾ ഉള്ളതാണ്. ഒന്ന് ഗ്ലൂക്കോസിന്റെ ലെവല് കൂട്ടാനുള്ളതും ഒന്ന് ഗ്ലൂക്കോസിന്റെ ലെവല് കുറക്കാനുള്ള ഹോർമോൺസുകളാണ് പാൻക്രിയാസ് നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഇനി ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് നമ്മളെ ബോഡിയിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. എവിടുന്നാണ് റിലീസ് ചെയ്യുക? ബീറ്റാ സെൽസ് ഓഫ് ലാംഗർ ഹാൻഡ്സ്, ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിന്റെ ബീറ്റാ സെൽസ് നിന്ന്, പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിന്റെ ബീറ്റാ സെൽസ് നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ബോഡിയിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന സമയത്ത് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഡിഫറെൻറ്റ് മെക്കാനിസംസുകൾ ഉണ്ടാവും. ഗ്ലൂക്കോസിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാം. ഇനി ബോഡിയിലുള്ള എക്സസ് ആയിട്ട് നിൽക്കുന്ന, ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഗ്ലൂക്കോസിനെ എനർജിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനെ പല എഫക്റ്റും ഉണ്ടാക്കിയിട്ട് ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന സമയത്ത് കുറക്കാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആൽഫ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ബോഡിയിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയുന്ന സമയത്ത് ആൽഫ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഗ്ലൈക്കോജൻ സിന്തസിസിനെ, ഗ്ലൈക്കോജന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യും. ഗ്ലൂക്കോസ് പല രീതിയിൽ ബോഡിയിൽ സിന്തസിസ് ചെയ്യും. ബാക്കിയുള്ള സെല്ലുകൾക്കൊക്കെ എടുത്തിട്ടിരുന്ന ഗ്ലൂക്കോസിനെ തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ എടുക്കുക. ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നതിൻ്റെ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ആ ഒരു സംഗതി നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇറ്റ് വിൽ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ഓക്കെ, നൗ ബിഫോർ ഗോയിങ് ടു ദ ഇൻസുലിൻ we have to understand something about the diabetic mellitus. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും പാത്തോഫിസിയോളജിയിലൊക്കെ. It's an metabolic disorders which is characterized by hyperglycemia. There will be an increased blood glucose level, then glycosuria. There will be an secretion or excretion of glucose in urea, then hyperlipidemia. There will be an increased cholesterol level, and there will be a negative nitrogen balance. സംടൈം കീറ്റോനീമിയ, കീറ്റോൺ ബോഡീസുകൾ ബോഡിയിൽ കൂടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് മെലിറ്റസ് എന്ന് മിനിമം മനസ്സിലാക്കുക. ഇനി ഇതിന് ഒഫീഷ്യലായിട്ട് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ശരിക്കും ടൈപ്പ് 4 വരെ ഉണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ടൈപ്പ് 1 ടൈപ്പ് 2 എന്നേ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടൈപ്പ് 1. ദിസ് ഈസ് ദ ലെസ് കോമൺ ഫോം. 100 ആൾക്കാരതിൽ എടുത്തു കഴിഞ്ഞാൽ, 100 ഡയബറ്റിക് പേഷ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10% മാത്രമേ സാധാരണഗതിയിൽ 10% മാത്രമേ ഈ ഒരു കണ്ടീഷൻ വരാറുള്ളൂ. ഇനി ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ബോഡിയിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന ബീറ്റാ സെൽസുകൾ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമാണ്.
ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഇത് തമ്മിൽ മനസ്സിലായി കഴിഞ്ഞാലാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടൈപ്പ് 1 സംഭവിക്കുന്നത് ബോഡിയിൽ ഇൻസുലിൻ സെക്രീഷൻ ഇല്ലാത്തൊരവസ്ഥ വരിക എന്നുള്ളതാണ്. സർക്കുലേറ്റിംഗ് ഇൻസുലിൻ ലെവൽ വിൽ ബി ലോ ഓർ വെരി ലോ. എന്തുകൊണ്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ ഇല്ലാണ്ടാവാം. ഇൻഅഡിക്വേറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ദ ലോസ് ഓഫ് പാൻക്രിയാറ്റിക് ബീറ്റ സെൽ. അത് പല റീസൺ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീമോതെറാപ്പി കൊണ്ട് ചിലപ്പോൾ ഡിസ്ട്രോയ് ആവുന്നതായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ബീറ്റ സെല്ലുകളില്ല. അപ്പോൾ ഇൻസുലിൻ തന്നെ ഇല്ലാത്തൊരവസ്ഥ വരാം, ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. ദാറ്റ് ഈസ് ദ ടൈപ്പ് 1. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്, ഓൾസോ നോൺ ആസ് ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റിക് മെലിറ്റസ്. സാധാരണ ചെറിയ കുട്ടികൾക്ക്, ജുവനൈൽസ് എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഈ ഒരു കണ്ടീഷൻ വരാറുള്ളത്. ചൈൽഡ്ഹുഡ് ഡയബറ്റിസ് എന്ന് പറഞ്ഞ വേറൊരു പേരും കൂടിയുണ്ട്. ഓക്കെ, ആൻഡ് there is low degree of genetic predisposition. ഡയബറ്റിക് മെലിറ്റസ് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസും കൂടിയാണ്. പക്ഷേ ടൈപ്പ് 1 ലോ ഡിഗ്രി മാത്രമാണ് അതിനെ കാണിക്കുന്നത്. പേഷ്യൻ്റ് മേ പ്രോൺ ടു മോർ കീറ്റോസിസ്, ബോഡിയിൽ കുറേ കീറ്റോൺ ബോഡീസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ബോഡിയിൽ സ്വന്തമായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെല്ലുകളില്ല. അപ്പോൾ നമുക്ക് ഇൻസുലിൻ കൊടുക്കുക, ഇൻസുലിൻ ഇഞ്ചക്ഷൻസുകളായിട്ട് കൊടുക്കുക എന്ന് മാത്രമേ നമ്മളെ കയ്യിലുള്ള ഓപ്ഷൻസുകളുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടൈപ്പ് 1. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, ജുവനൈൽ ഓൺസെറ്റ് ആണ്, ബോഡി കനോട്ട് പ്രൊഡ്യൂസ് ഇൻസുലിൻ എന്നുള്ളതാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ടൈപ്പ് 2. ഇതാണ് മോസ്റ്റ് കോമൺ ഫോം. 90% ഓഫ് ദി ടോട്ടൽ ഡയബറ്റിക് മെലിറ്റസ് കേസ് വിൽ ബി ടൈപ്പ് 2. ഹിയർ ഇൻസുലിൻ മേ ബി ലോ, നോർമൽ ഓർ എലവേറ്റഡ്. ഏത് സ്റ്റേറ്റിലോ ആവാം. ബോഡിക്ക് ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ നോർമലോ ആയിട്ടുള്ള ഇൻസുലിൻ ലെവൽ ബോഡിയിൽ ഉണ്ടാവാം. പക്ഷേ എന്നിട്ടും ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുക. അതാണ് ടൈപ്പ് 2 കണ്ടീഷൻ എന്ന് പറയും. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നുമില്ലെങ്കിൽ ഇൻസുലിൻ ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്റർ അതിൻ്റെ നമ്പർ കുറയാം. ഇൻസുലിൻ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ആക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഇൻസുലിൻ റിസപ്റ്ററിൻ്റെ നമ്പർ കുറയുന്നതാവാം. അല്ലെങ്കിൽ ആവശ്യത്തിന് റിസപ്റ്ററുകൾ ഉണ്ട്, ആ സിഗ്നൽ പ്രോസസ്സിന് ഒരു ഡിഫക്റ്റീവ് പ്രോസസ്സായി മാറും, അല്ലെങ്കിൽ അത് ഒരു നോർമലായിട്ട് നടക്കാത്തൊരവസ്ഥ വരിക. അതാണ് ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്. ഇൻസുലിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്. ഇൻസുലിൻ ഇല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ നോൺ ആസ് മെച്യൂരിറ്റി ഓൺസെറ്റ്. സാധാരണ എൽഡറിലായിട്ടുള്ള ആൾക്കാരിലാണ് അഡൽട്ട് ഡയബറ്റിക്സ് എന്നാണ് പറയാറുള്ളത്. ആഫ്റ്റർ ഏജ് 40 കൂടുതൽ കാണാറുള്ളത്. ഓക്കെ, ദർ ഈസ് ഹൈ ഡിഗ്രി ഓഫ് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ജനറ്റിക്കലായിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഡയബറ്റിക് മെലിറ്റസ് ടൈപ്പാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, എന്നിട്ടും ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറ്ററി ചേഞ്ച് ആണ്. ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവുള്ള ഡ്രഗ്സുകൾ കഴിക്കുക, ഫുഡുകൾ കഴിക്കുക, ദെൻ റെഗുലർ എക്സസൈസ് ചെയ്യുക. എന്നിട്ടും മാറാത്തതാണെന്നുണ്ടെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ, ഇൻസുലിൻ കൊടുത്തിട്ട് കാര്യമില്ല. ടൈപ്പ് 1 ഇൻസുലിൻ കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അവിടെ ഓറൽ ഡയബറ്റിക്സ് കൊടുത്തിട്ട് കാര്യമില്ല, ഓറൽ ആൻറ്റി ഡയബറ്റിക്സുകൾ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, ടൈപ്പ് 2 ഡയറ്ററി ചേഞ്ച്, റെഗുലർ എക്സസൈസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്കിലോട്ടാണ് പോവേണ്ടത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി അൺഒഫീഷ്യലായിട്ട് 2 ഡയബറ്റിക് ടൈപ്സുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് 3 എന്ന് പറയുന്നുണ്ട്, വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് കോസസ് ലൈക്ക് ക്രോണിക് തെറാപ്പി വിത്ത് സം ഡ്രഗ്സ്. ചില ഡ്രഗ്സുകൾ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷനായി ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഡയൂററ്റിക് ആയിട്ടുള്ള തൈസൈഡ് ഡയൂററ്റിക്സുകൾ കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സ്റ്റിറോയിഡൽ ഡ്രഗ്സുകൾ കൊടുക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ബോഡിയിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. അതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഡിസീസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പാൻക്രിയാറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിൽ hyperglycemia ഉണ്ടാവും. That is type 3. Now another one is there, type 4. This is also known as gestational diabetics. അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൽ ഉണ്ടാവുന്ന ഡയബറ്റിക്സ് ആണ്
ക്യാരി ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡയബറ്റിക്കിനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. 4 to 5% കാണുന്നതാണ്. ദർ വിൽ ബി ആൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഷുഗർ than the normal generally occur during the 3rd trimester after postpartum and after the postpartum period. Okay, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയബറ്റിക്സ്. ഇതിൽ ടൈപ്പ് 1ഉം ടൈപ്പ് 2 ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇൻസുലിൻ ഉണ്ട്, അതിൽ റിസപ്റ്റർ ഇല്ലാത്ത അവസ്ഥയാണ്. ടൈപ്പ് 1ൽ നമുക്ക് ഇൻസുലിൻ യൂസ് ചെയ്യാം, ടൈപ്പ് 2ൽ നമുക്ക് ഫുഡ് കൺട്രോൾ, എക്സസൈസ്, അതുപോലെ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും ഡയബറ്റിക്സ് ആണെന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 125 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനെക്കാളും കൂടുതലാണെങ്കിലും പോസ്റ്റ് പ്രാഡിനൽ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ഗ്ലൂക്കോസ് ലെവൽ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിനെക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻസ് എന്ന് പറയാം. ഇനി അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രഗ് ഡിസൈഡ് ചെയ്യുക. അതായത് ടൈപ്പ് 1 ആണെങ്കിൽ ഇൻസുലിൻ കൊടുക്കണം, ടൈപ്പ് 2 ആണെങ്കിൽ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്കും ഫുഡ് കൺട്രോളും എക്സസൈസും പ്രിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബ്ലഡ് ലെവൽ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 125 ഇൻ കേസ് ഓഫ് ഫാസ്റ്റിംഗ്, ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 200 ഇൻ കേസ് ഓഫ് postprandial after food. Okay, so that is the blood glucose level in case of diabetic conditions. Now why the treatment is important? എന്തുകൊണ്ടാണ് ഡയബറ്റിക് മെലിറ്റസ് ട്രീറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻസുകൾ രണ്ട് രീതിയിലാണ്. മാക്രോവാസ്കുലാർ ഉണ്ട്, മൈക്രോവാസ്കുലാർ ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ മാക്രോവാസ്കുലാർ ലാർജ് ബ്ലഡ് വെസൽസ്, മീഡിയം ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസുകൾ, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. മൈക്രോവാസ്കുലാർ ആണ്, സ്മോൾ ബ്ലഡ് വെസൽസിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഇതുകൊണ്ടൊക്കെയാണ് കിഡ്നി ഫെയിലിയർ, ഡയബറ്റിക് മെലിറ്റസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം, കാഴ്ച നഷ്ടപ്പെടുന്ന കണ്ടീഷൻസുകൾ വരാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലോട്ടൊക്കെ പോകുന്നത് ഡയബറ്റിക് മെലിറ്റസ്, പ്രത്യേകിച്ച് കീറ്റോസിസ് ഒക്കെ വരുന്ന സമയത്ത് ഈ കീറ്റോൺ ബോഡീസുകളൊക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ നെർവ്സുകളൊക്കെ റിയാക്റ്റീവ് ആയിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ കോംപ്ലിക്കേഷൻ ആൻഡ് ദിസ് ഈസ് വൈ ട്രീറ്റ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നൗ കമ്മിങ് ടു ദ ഇൻസുലിൻ. എന്താണ് ഇൻസുലിൻ എന്ന് നമ്മൾ പറഞ്ഞു? ബീറ്റാ സെൽസ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലിൻ ആണ് എന്ന് ഒരു ഹോർമോൺ ആണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇതിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് ഇതിൽ 2 ചെയിൻ ഉണ്ട് എന്നുള്ളതും, അതായത് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ സ്ട്രക്ചർ ഒരു ചെയിൻ എ ഉണ്ട്, ഒരു ചെയിൻ ബി ഉണ്ട്. ചെയിൻ എയിൽ 21 അമിനോ ആസിഡ്സുകൾ ഉണ്ട്, അതൊരു സീക്വൻസിലാണുള്ളത്. 1 2 3 4 എന്ന് പറഞ്ഞ് 21 അമിനോ ആസിഡ് വരെയുള്ള സീക്വൻസിലാണുള്ളത്. ചെയിൻ ബിയിൽ 30 അമിനോ ആസിഡ്സുകൾ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 51 അമിനോ ആസിഡ് ഉള്ള ഒരു പെപ്റ്റൈഡ് ചെയിൻ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓറലായിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസുകൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഓറലായിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അബ്സോർപ്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ അമിനോ ആസിഡ് സീക്വൻസ് ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മൾ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത് ഈ അമിനോ ആസിഡ് സീക്വൻസിൽ ബി ചെയിനിലുള്ള ഇത്രാമത്തെ പൊസിഷനിലുള്ള ഇത്രാമത്തെ അമിനോ ആസിഡ് മാറ്റും എന്നാണ് പറയുക ഓരോ ഇൻസുലിൻ പ്രിപ്പറേഷൻ പറയുന്ന സമയത്ത്. അത് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനിലല്ല, ഇതുപോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ ആയിരിക്കും ഇൻസുലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ 3 ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്. ഇതൊക്കെ 2 സൾഫർ ബോണ്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. എ ചെയിനിൽ തന്നെ വീണ്ടും ഒരു ഡൈസൾഫൈഡ് ബോണ്ടും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇൻസുലിൻ ഇങ്ങനെയല്ല നമ്മളെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. നമ്മളെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് 51 അമിനോ ആസിഡ് ഉള്ള ഒരു ഇൻസുലിൻ ആയിട്ടല്ല. നമ്മളെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് ഒരു 110 അമിനോ ആസിഡ് ഉള്ള പ്രോ ഇൻസുലിൻ എന്നുള്ള രീതിയിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് സെക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബോഡിയിൽ എൻഡോപെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് പ്രോ ഇൻസുലിൻ ആക്കി മാറ്റും. ഓക്കെ, ഈ പ്രോ ഇൻസുലിന് നമ്മൾ പ്രോട്ടിയേസ് എൻസൈം, നമുക്ക് ഗോഗ്ലി അപ്പാരറ്റസിലുള്ള പ്രോട്ടിയേസ് എൻസൈംസുകളാണ് നമുക്ക് ഇൻസുലിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആക്കി മാറ്റുന്നത്. അതായത് 51 അമിനോ ആസിഡ് ഉള്ള 21 അമിനോ ആസിഡ് ചെയിൻ എയിലും 30 അമിനോ ആസിഡ് ചെയിൻ ബിയിലുമുള്ള അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് പ്രോട്ടിയേസ് ഇൻ ഗോഗ്ലി അപ്പാരറ്റസ് ആണ്. ഓക്കെ, ഇതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ബോഡിയിൽ ഇൻസുലിൻ സെക്രീഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഓക്കെ. നോർമലി നമ്മളെ ബോഡിയിൽ പെർ അവറിൽ 1 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ഇൻസുലിൻ സാധാരണഗതിയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നോർമൽ കേസിൽ അതിലെന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് ഇംബാലൻസ് വരുന്നത്. ഓക്കെ. ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ സെക്രീഷൻസുകൾ പിന്നെയും കൂടുന്നുണ്ട്. ഇനി ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ 3 രീതിയിലുള്ള മെക്കാനിസവും ബോഡിയിലുണ്ട്. കെമിക്കൽ മെക്കാനിസം ഉണ്ട്, ഹോർമോണൽ മെക്കാനിസം ഉണ്ട്, ന്യൂറൽ മെക്കാനിസം ഉണ്ട്. കെമിക്കൽ മെക്കാനിസം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ ലെവല് മെഷർ ചെയ്യാനുള്ള മെക്കാനിസംസുകൾ നമ്മളെ ബോഡിയിലുണ്ട്. ലൈക്ക് എൻട്രി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ബീറ്റാ ലിംഫോസൈറ്റ് സെല്ല്. ബോഡിയിൽ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവല് ഈ ഗ്ലൂക്കോസ് ബീറ്റാ ലിംഫോസൈറ്റ് സെല്ലിലോട്ട് എത്തുന്ന സമയത്ത് അത് ട്രാൻസ്പോർട്ടർ GLUT1 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ വഴി ബീറ്റാ സെല്ലിൻ്റെ അകത്ത് എത്തുന്ന സമയത്ത് ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു പ്രോസസ്സാണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ബോഡിയിലോട്ട് ഗ്ലൂക്കോസ് എൻട്രി നടന്നു, മെറ്റബോളിസം നടന്നു. മെറ്റബോളിസം നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ സെൻസ് ചെയ്യാനുള്ള ഗ്ലൂക്കോസ് സെൻസേഴ്സുകൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ATP ബൈൻഡിങ് ചാനലിനെ ATP സെൻസിറ്റീവ് പൊട്ടാസ്യം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് ടേംസുകളാണ്. അത് ഇൻഹിബിറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യും? പാർഷ്യൽ ഡീപോളറൈസേഷൻ ഉണ്ടാക്കും. അത് പാർഷ്യൽ ഡീപോളറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദർ വിൽ ബി ആൻ ഇൻക്രീസ്ഡ് calcium level, so that will release the insulin from their insulin granules by exocytosis. Okay, അപ്പോൾ ബീറ്റാ സെല്ലിൻ്റെ അകത്ത് ഇൻസുലിൻ ഗ്രാനുൾസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഗ്ലൂക്കോസ് ഈ ബീറ്റാ സെല്ലിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ അത് ഗ്ലൂക്കോസ് സെൻസേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ATP സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അത് ഡീപോളറൈസേഷൻ ഉണ്ടാക്കും. ഡീപോളറൈസേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് കാൽസ്യം അവൈലബിലിറ്റി കൂട്ടും. അത് എക്സോസൈറ്റോസിസ് ഉണ്ടാക്കും. ഗ്രാനുൾസുകൾ സിന്തസിസ് ചെയ്ത ഗ്രാനുൾസുകൾ ബീറ്റാ സെൽസിൻ്റെ പുറത്തോട്ട് തള്ളും. അതിനാണ് എക്സോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റിലീസ് ചെയ്യും. അതാണ് ഒരു കെമിക്കൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മെക്കാനിസമാണ് ഹോർമോണൽ മെക്കാനിസം. നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഈ പാൻക്രിയാസിൽ തന്നെ 2 ഹോർമോൺസുകൾ ഉണ്ട്. ബീറ്റാ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും ഉണ്ട്, ആൽഫ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കഗോണും ഉണ്ട്, ഡെൽറ്റ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻസുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുക, മീൻസ് അതിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് they will inhibit the release of both insulin and glucagon. ഇനി ഗ്ലൂക്കഗോണിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് they will releases the insulin. Glucagon evoke the releases of insulin as well as stomatostatin, and insulin will inhibit the glucagon secretion. ഓക്കെ, ഈ 3 ഹോർമോൺസുകളും പരസ്പരം ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെയും ഗ്ലൂക്കോണിൻ്റെയും റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുക. ഗ്ലൂക്കഗോണിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെയും സ്റ്റൊമാറ്റോസ്റ്റാറ്റിൻ്റെയും റിലീസിനെ കൂട്ടുക എന്നുള്ളതാണ്. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കഗോൺ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു ഇൻസുലിൻ സെക്രീഷൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ന്യൂറോണൽ മെക്കാനിസം. നമ്മുടെ ബോഡിയിലുള്ള നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആൽഫ അഡ്രിനർജിക് റിസെപ്റ്ററുകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീഷൻ ഡിക്രീസ് ആവും. അഡ്രിനർജിക് ബീറ്റ-2 സ്റ്റിമുലേഷൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻസുലിൻ സെക്രീഷൻസുകൾ ഇൻക്രീസ് ചെയ്യും. നിക്കോളിനർജിക് മസ്കാർണിക് ആക്ടിവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇൻസുലിൻ സെക്രീഷൻസുകൾ ഇൻക്രീസ് ചെയ്യും. Okay, so these are the 3 type of regulation, neuronal mechanism for the regulation of insulin release or insulin secretion. Alpha 2 decrease ചെയ്യും, beta 2 increase ചെയ്യും, and muscarinic receptors increase ചെയ്യും, insulin secretion increase ചെയ്യും. Okay, so these are the regulations of insulin secretion. Now coming to the mechanism of action, എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. Okay, ഷുഗർ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുന്ന ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതാത് ടാർഗറ്റ് സൈറ്റിലുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ വിൽ ബൈൻഡ് വിത്ത് സ്പെസിഫിക് ഇൻസുലിൻ റിസപ്റ്റർ വിച്ച് ആർ ഓഫ് 2 ടൈപ്പ്, 2 ആൽഫ യൂണിറ്റ് ആൻഡ് 2 ബീറ്റ യൂണിറ്റ് ഉള്ള ഒരു കോംപ്ലക്സ് ഗ്ലൈക്കോപ്രോട്ടീൻ കോംപ്ലക്സുകളാണ് ഈ ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതിൽ വന്ന് ബൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ആക്ഷൻ എന്താണ്? ദേ വിൽ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ദേ വിൽ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. എങ്ങനെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ ആക്ഷൻസ് ഓഫ് ഇൻസുലിൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഓഫ് ഇൻസുലിൻ. They will decreases the blood glucose level by inhibiting hepatic gluconeogenesis. അതാണ് ഫസ്റ്റത്തെ ടേം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത് ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അത് എങ്ങനെയൊക്കെ സിന്തസിസ് ചെയ്യാം? ചിലപ്പോൾ നോൺ കാർബോഹൈഡ്രേറ്റ് ഫാറ്റി ആസിഡിന്ന് സിന്തസിസ് ചെയ്യാം, ലൈപ്പിഡിന്ന് സിന്തസിസ് ചെയ്യാം. ഇങ്ങനെ പല നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കോസേഴ്സ് നിന്ന് ഗ്ലൂക്കോസിന്റെ സിന്തസിസിന്, കാറ്റബോളിക് റിയാക്ഷൻസിന് പറയുന്ന പേരാണ് ഗ്ലൂക്കോനിയോജെനസിസ്. നമ്മളെ ആക്ഷൻ എന്താണ്? ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ, ഹെപ്പാറ്റിക് ഗ്ലൂക്കോനിയോജെനസിസ്, ലിവറിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. അപ്പോൾ അതിനാദ്യം ഇൻഹിബിറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൂടുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ദേ വിൽ പ്രൊമോട്ട് ഗ്ലൈക്കോജെനസിസ്. ഗ്ലൈക്കോജനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കൂട്ടും. ദേ വിൽ പ്രൊമോട്ട് ഗ്ലൈക്കോജെനസിസ്. So formation of glycogen from sugar and they will promote lipogenesis and protein synthesis. ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് ലൈപ്പിഡ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈപ്പിഡ് ആക്കി മാറ്റും, പ്രോട്ടീൻ ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ പ്രോട്ടീൻ ആക്കി മാറ്റും, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട്. ഇനി ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ബാക്കിയുള്ള സെല്ലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോഴും ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയാം. ദേ വിൽ ട്രാൻസ്പോർട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. ഇനി ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യുക, എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദേ വിൽ ഇൻക്രീസസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ ഫോസ്ഫോറിലേഷൻ ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം. ആൻഡ് അനദർ മെക്കാനിസം ദേ വിൽ ഇൻഹിബിറ്റ് ദ ലിപ്പോലൈസിസ്. ലൈപ്പിഡിന്റെ ലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ലൈപ്പിഡിന്റെ ലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോനിയോജെനസിസ് ഉണ്ടാവില്ല. ഫാറ്റിൽ നിന്നാണ് സാധാരണ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനൊക്കെ ഇൻഹിബിറ്റഡ് ആക്കും. ദേ വിൽ increases the absorption of glucose from the filtrate in kidney for excretion. സാധാരണ ഗ്ലൂക്കോസ് എക്സ്ക്രീഷൻ നടക്കുന്ന സമയത്ത് ബോഡിയിലോട്ട് റീഅബ്സോർപ്ഷൻ ആണ് ഉണ്ടാവാറുള്ളത്. ആ റീഅബ്സോർപ്ഷനെ കുറക്കും, അബ്സോർപ്ഷൻ കൂട്ടും, എക്സ്ക്രീഷൻ കൂട്ടും. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഓഫ് ഇൻസുലിൻ. ഇത് ഒന്ന് കൺസേൺസ് ചെയ്തിട്ട് പറയുന്നതാണ്. ലിവറിൽ ദേ വിൽ ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് ഗ്ലൈക്കജൻ സിന്തസിസ്. ലിവറിലോട്ടുള്ള ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂട്ടുക, ലിവറിൽ ഗ്ലൈക്കോജൻ സിന്തസിസിനെ കൂട്ടുക. ദേ വിൽ ഇൻഹിബിറ്റ് ഗ്ലൈക്കോജിനോലൈസിസ്. ലിവറിൽ ഗ്ലൈക്കജൻ സ്പ്ലിറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ആൾസോ ദേ വിൽ ഇൻഹിബിറ്റ് ദ ഗ്ലൂക്കോസ് ഔട്ട്പുട്ട്. പുറത്തോട്ട് വിടുന്ന ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ദേ വിൽ ഇൻഹിബിറ്റ് ഗ്ലൈക്കോജെനസിസ്, ഗ്ലൂക്കോനിയോജെനസിസ് ഫ്രം പ്രോട്ടീൻ, പൈറുവേറ്റ്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ ഇങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന, ലിവറിൽ വെച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻ മസിൽ ദേ വിൽ ഇൻക്രീസസ് ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഇൻ ടു ദ മസിൽ. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറയും. ദേ വിൽ ഇൻഹിബിറ്റ് പ്രോട്ടിയോലൈസിസ് ആൻഡ് റിലീസ് ഓഫ് അമിനോ ആസിഡ് ഇൻ ദ മസിൽ. ബ്ലഡിൽ മസിൽസിൽ പ്രോട്ടിയോലൈസിസ് ഉണ്ടായിട്ട് ആ പ്രോട്ടീൻസുകളും ആണ് ഗ്ലൂക്കോനിയോജെനസിസിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ പ്രോട്ടിയോലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻ അഡിപ്പോസ് ടിഷ്യൂ ദേ വിൽ ഇൻക്രീസസ് ദ ഗ്ലൂക്കോസ് അപ്ടേക്ക് ആൻഡ് സ്റ്റോറേജ് അറ്റ് ഫാറ്റ് ആൻഡ് ദേ വിൽ ഇൻഹിബിറ്റ് ദ ലിപ്പോലൈസിസ്. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളുടെ ഉദ്ദേശം ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കുറക്കുക. അത് ഏതൊക്കെ മാർഗത്തിൽ പറ്റുമോ ആ മാർഗത്തിലൊക്കെ ഇൻസുലിൻ ആക്ട് ചെയ്യുന്നുണ്ട്. മസിലിലോട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ ലിവറിലോട്ട് എടുക്കുന്നുണ്ട്, ലിവറിൽ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നുണ്ട്, പ്രോട്ടീൻ ആക്കി മാറ്റുന്നുണ്ട്, അതുപോലെ ലൈപ്പിഡ് ആക്കി മാറ്റുന്നുണ്ട്, ഗ്ലൈക്കോജന്റെ സ്പ്ലിറ്റപ്പിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആക്ഷൻസുകളും ആയിരിക്കും ഇൻസുലിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ പ്രിപ്പറേഷൻസ് ഓഫ് ഇൻസുലിൻ. ആദ്യം തന്നെ ഇൻസുലിൻ എവിടെയാണ് യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ടൈപ്പ് 1 മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി, ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന കുറയുന്ന അവസ്ഥ, അതാണ് ടൈപ്പ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ. അതിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് 3 ടൈപ്പ് ഇൻസുലിൻ പ്രിപ്പറേഷൻസുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൾഡർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത്
ബീഫ്, പോർക്ക് പോലെയുള്ള അനിമൽസിൻ്റെ പാങ്ക്രിയാസ് യൂസ് ചെയ്തിട്ടായിരുന്നു. അവിടുന്ന് കിട്ടുന്ന ബീറ്റ ലിംഫോസൈറ്റ് സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻസുകളായിരുന്നു നമ്മൾ ഇൻസുലിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അത് കുറച്ചും കൂടി ഒന്ന് പ്യൂരിഫൈ ചെയ്തു, ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻസുകൾ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസുലിൻ പ്രിപ്പറേഷൻ ബൈ റീകോമിനൻ്റ് DNA ടെക്നിക്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലുള്ള ഇൻസുലിൻ പ്രിപ്പറേഷൻസുകളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൾഡർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻസ് ഓഫ് ഇൻസുലിൻ. ദീസ് യൂഷ്വലി പ്രൊഡ്യൂസ്ഡ് ഫ്രം ബീഫ് ആൻഡ് പോർക്ക് പാങ്ക്രിയാസ്. അതിനുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് അനിമലിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻസുലിൻ പ്രോട്ടീനാണ് നമ്മളെ ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം. ആ ഇൻസുലിൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ 10,000 ppm, അതായത് 10,000 പാർട്സ് പെർ ബില്യൺ അതർ പ്രോട്ടീൻസുകൾ ഉണ്ടായിരുന്നു. ഇൻസുലിൻ അല്ലാത്ത പാങ്ക്രിയാറ്റിക് പ്രോട്ടീൻ, ഇൻസുലിൻ ഡെറിവേറ്റീവ് ഒക്കെ പോലെയുള്ള സാധനം കൂടിയും ഈ ഒരു ഓൾഡർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻസിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊരു ആൻറ്റിജനിക് റിയാക്ഷൻസുകൾ ഹ്യൂമൻസിൽ കാണിച്ചത് കൊണ്ട് ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ആദ്യ കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്ത സമയത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രിപ്പറേഷനാണ് ഓൾഡർ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻസ് ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നോർ ലോങ്ങർ പ്രൊഡ്യൂസ്ഡ്, ടോട്ടലി റീപ്ലേസ്ഡ് ബൈ ഹൈലി പ്യൂരിഫൈഡ് പോർക്ക് ആൻഡ് ബീഫ് ഇൻസുലിൻ. ഇനി ഈ ഒരു പ്രിപ്പറേഷന് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് പ്യൂരിഫൈയിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്തു. മോണോ കമ്പോണൻ്റ് ഇൻസുലിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രാഫി പോലെയുള്ള മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്തു. അതിനെയാണ് ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾഡർ കൊമേഴ്ഷ്യലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മോർ സ്റ്റേബിൾ ആയിരുന്നു, ലെസ് റെസിസ്റ്റൻസ് ആയിരുന്നു, അതുപോലെ അങ്ങനെയുള്ള പ്രോബ്ലംസുകളൊന്നുമില്ല. പക്ഷേ അവിടെയും ഇമ്മ്യൂണോജെനിസിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പോർക്കാണ് എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ബീഫാണ് എന്നുള്ളതുകൊണ്ട് ഹ്യൂമനിൽ അതിന് ഇമ്മ്യൂണോജെനിസിറ്റി കാണിക്കുന്നുണ്ട്, ഇമ്മ്യൂൺ റിയാക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻ പ്രിപ്പറേഷൻ. അപ്പോൾ അതിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത്, നിങ്ങൾ ഏതോ ഒരു പ്രിപ്പറേഷൻ്റെ ഇൻസുലിൻ പ്രിപ്പറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മുകളിലുണ്ടാവും മോണോ കമ്പോണൻ്റ് ഇൻസുലിൻ വിത്ത് rDNA ഒറിജിൻ എന്നായിരിക്കും കാണാം. ഓക്കെ, മോണോ കമ്പോണൻ്റ് ബയോസിന്തറ്റിക് വിത്ത് rDNA ഒറിജിൻ. ഈ ഹ്യൂമൻ അട്രാപ്പിഡ്, ഹ്യൂമലിൻ എന്നൊക്കെ പറയുന്നത് ബ്രാൻഡ് നെയിമുകളാണ്, നമ്മൾ പറയുന്ന പ്രൊപ്പറേറ്ററി നെയിംസുകളാണ്. ഇതിൻ്റെ താഴെ പറയുന്നതാണ് ഇൻസുലിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോളിബിൾ ഇഞ്ചക്ഷൻ, ലെൻഡെ ഹ്യൂമൻ ഇൻസുലിൻ, അതുപോലെ ഐസോഫൈൻ ഇൻസുലിൻ, അതൊക്കെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ 51 അമിനോ ആസിഡ് സാധനമാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ അത് മോഡിഫൈ ചെയ്യുന്നതാണ്, സോളിബിലിറ്റി കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ലെൻഡെ എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ആ ഇൻസുലിൻ റീകോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻസുകളാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഹ്യൂമൻ ഇൻസുലിൻ്റെ ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻസുകൾ. ഇനി മാർക്കറ്റിൽ ഹ്യൂമൻ ഇൻസുലിനെ കിട്ടുന്ന ഇൻസുലിനെ നമ്മൾ റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്, ലോങ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസുലിൻ എന്ന് പറയുന്നതാണ് റെഗുലർ ഇൻസുലിൻ അല്ലെങ്കിൽ സോളിബിൾ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് റീകോമിനൻ്റ് DNA വെച്ച് കിട്ടിയിട്ടുള്ള 51 അമിനോ ആസിഡ്, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ന്യൂട്രൽ pH സൊല്യൂഷനിലുള്ള ബഫറിൽ നമ്മൾ എടുക്കുക. അതിനെ അൺമോഡിഫൈ ചെയ്തിട്ടുള്ള, ഒന്നും ചെയ്യാത്തൊരു ഫോമാണ് ഇൻസുലിൻ. 51 അമിനോ ആസിഡ് ആയിട്ടുള്ള അൺമോഡിഫൈഡ് ഇൻസുലിനെ സിങ്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു. അത് മാത്രമുള്ള ഒരു ഫോമാണ് റെഗുലർ സോളിബിൾ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് ആക്ടിംഗ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഷോർട്ട് ആക്ടിംഗ് ആണ് റെഗുലർ സോളിബിൾ ഇൻസുലിൻ. പേര് പറയുന്ന പോലെ തന്നെ വേറെ ഒന്നുമില്ല, റെഗുലർ ആണ്, അൺമോഡിഫൈഡ് ഇൻസുലിൻ ആണ്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സിങ്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ 51 അമിനോ ആസിഡ് ഉള്ള ഒറ്റ പെപ്റ്റൈഡ് ചെയിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ ഈ ന്യൂട്രൽ pHൽ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾ സൊല്യൂഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 6 ഇൻസുലിൻ മോളിക്യൂൾസുകൾ ചേർന്ന് ഒരു എക്സാമേഴ്സുകൾ ഉണ്ടാവും. 6 ഇൻസുലിൻ മോളിക്യൂൾസുകൾ ചേർന്നിട്ട് ഒരു എക്സാമർ ഉണ്ടാവും അറൗണ്ട് ദ സിങ്ക് അയോൺ. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്ലോ ആയിട്ട് മാത്രമേ, സാധാരണ ഇൻസുലിൻ റിലീസ് ചെയ്യുന്നതിനേക്കാളും സ്ലോ ആയിട്ട് മാത്രമാണ് അത്
ബോഡിയിലോട്ട് അബ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഈ ഒരു ചാർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, അതായത് ഈ ഒരു ഇൻസുലിൻ കൊടുത്താൽ ബോഡിയിൽ എത്ര സമയം കൊണ്ടാണ് ഇൻസുലിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. റെഗുലർ ഇൻസുലിൻ്റെ കേസിലാണിത് 0.5 to 1 അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി അതിൻ്റെ മാക്സിമം ആക്ഷൻ കിട്ടുന്ന സമയമാണ് പീക്ക് ആക്ഷൻ എന്ന് പറയുന്നത്, വിത്തിൻ 2 to 3 hours. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, എത്ര സമയം വരെ നമുക്ക് ആക്ഷൻ കിട്ടും, 6 to 8 hours. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് 6 to 8 hours എന്ന് പറയുന്ന സമയത്ത് 3 ഡോസുകളൊക്കെ നമ്മൾ സമയത്തിന് എടുക്കേണ്ടി വരും. ഷോർട്ട് ആക്ടിംഗ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 ഇഞ്ചക്ഷൻസുകൾ ഒരു ദിവസം തന്നെ എടുക്കേണ്ടി വരും 24 hour ആക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻസുകളാണ് റാപ്പിഡ് ആക്ടിങ് റാപ്പിഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഹൈപ്പോഗ്ലൈസീമിയ വന്നൊരു പേഷ്യൻ്റ് ആണ്, പെട്ടെന്ന് റിക്കവറി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് റാപ്പിഡ് ആക്ടിങ് കൊടുക്കേണ്ടി വരും. ഈ ഡോസിങ് ഇൻ്റർവെൽ കൂട്ടണം, കുറക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവെൽസുകൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ആക്ഷൻ കൂട്ടാൻ വേണ്ടി ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ആക്കാം, ലോങ് ആക്ടിങ് ആക്കാം. ഓക്കെ, അതിനനുസരിച്ച് അതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കൂടും, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഇതാണ് നമ്മളെ കയ്യിലുള്ള ഇൻസുലിൻ. ഈ ഇൻസുലിൻ ഏതൊക്കെ ഇൻസുലിനുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആണെങ്കിൽ അത് നമുക്ക് റെഗുലർ ഇൻസുലിൻ്റെ കൂടെയും അതുപോലെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആക്സിലിൻ ന്യൂട്രൽ പ്രോട്ടമിൻ ഹെഗാഡ്രോൺ അല്ലെങ്കിൽ NPH ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻസുലിൻ്റെ കൂടെയും മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് റാപ്പിഡ് ആക്ടിങ്. ഈ സംഗതികൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ നേച്ചർ, ഇതിൽ ഒന്ന് മാത്രമാണ് ക്ലൗഡി ആയിട്ടുള്ളത്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിൻ മാത്രമാണ് ക്ലൗഡി ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് ആക്ടിങ്. നമ്മൾ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ്, ആകെ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, pH ഒരു ബഫർ സൊല്യൂഷൻ എടുത്തു, ന്യൂട്രൽ pHലുള്ള ബഫർ എടുത്തു, സിങ്ക് വെച്ച് സ്റ്റെബിലൈസ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് സെൽഫ് അഗ്രിഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹെക്സോമറായി അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. നൗ കമ്മിങ് ടു ദ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ. ഓക്കെ, റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ബിറ്റ്വീൻ 0.2 to 0.3 hours ആൻഡ് പീക്ക് ആക്ഷൻ വിൽ ബി 1 to 1.5 hours. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വിൽ ബി 3 to 5 hours ആൻഡ് ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ദ റെഗുലർ ഇൻസുലിൻ. ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള റെഗുലർ ഇൻസുലിനും മിക്സ് ചെയ്യാം, അതുപോലെ ന്യൂട്രൽ പ്രോട്ടമിൻ ഹെഗാഡ്രോൺ എന്ന് പറയുന്ന NPH ഇൻസുലിൻ്റെ കൂടെയും വേണമെങ്കിൽ മിക്സ് ചെയ്യാം, ആവശ്യമെങ്കിൽ. ഓക്കെ, മിക്സ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഈ ഓരോരോ ഇൻസുലിൻ? ഇതിൽ ഇൻസുലിൻ ലിസ്പ്രോ, ഇൻസുലിൻ അസ്പാർട്ടേറ്റ് ആൻഡ് ഇൻസുലിൻ ഗ്ലൂലുസിൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇൻസുലിൻ ലിസ്പ്രോ. ഇതിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ this is produced by reversing proline and lysine at the carboxy terminus of beta chain 28 and 29 position. ബീറ്റാ ചെയിനിലുള്ള 28ഉം 29ഉം ഉള്ള പൊസിഷനിൽ ലൈസിൻ എടുത്ത് പ്രോലിൻ ഉള്ള സ്ഥലത്തോട്ട് ഇടുക, പ്രോലിനുള്ള എടുത്ത് ലൈസിൻ ഉള്ള സ്ഥലത്തോട്ട് ഇടുക. അതാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സിങ് പ്രോലിൻ ആൻഡ് ലൈസിൻ അറ്റ് ദ കാർബോക്സി ടെർമിനൽ പൊസിഷൻ. 28ലുള്ള സാധനത്തിന് 29ലോട്ടാക്കുക, 29ലുള്ളത് 28ലോട്ടാക്കുക. ആ രീതിയിൽ ആൾട്ടർ ചെയ്തിട്ടുള്ള ഒരു ഇൻസുലിനാണ് ഇൻസുലിൻ ലിസ്പ്രോ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇൻസുലിൻ ഹെക്സാമർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എക്സാമർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സാമർ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുന്നത്, സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ ആവുന്ന സമയത്ത് എക്സാമർ ഫോം ചെയ്യുന്നില്ല ആൻഡ് ദേ വിൽ റിസൾട്ട് ഇൻ ക്വിക്ക് ആൻഡ് മോർ ഡെഫൈൻഡ് പീക്ക് ആൻഡ് ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അതാണ് ഇൻസുലിൻ ലിസ്പ്രോ എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ഷൻ നമ്മൾ പറഞ്ഞു വിത്തിൻ 0.2 to 0.3 hour ആയിരിക്കും, പീക്ക് 1 to 1.5 hours, മാക്സിമം ഡ്യൂറേഷൻ 3 to 5 hours ബൈ റിവേഴ്സിംഗ് ദ പൊസിഷൻ. പ്രോലിൻ്റെയും ലൈസിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ഇൻസുലിൻ അസ്പാർട്ട്. ഇൻസുലിൻ അസ്പാർട്ട് പ്രോലിൻ്റെ റീപ്ലേസ് ചെയ്ത് അസ്പാർട്ടിക് ആസിഡ് ആക്കി മാറ്റുക. 28ലുള്ള പ്രോലിനെ മാറ്റിയിട്ട് ഇവിടെ അസ്പാർട്ടിക് ആസിഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ചേഞ്ച്. ഓക്കെ, സോ ദിസ് വിൽ ആൾസോ റെഡ്യൂസ് ദ സെൽഫ് അഗ്രിഗേഷൻ ടെൻഡൻസി. സെൽഫ് അഗ്രിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ സ്ലോ ആവുകയുള്ളൂ.
അപ്പോൾ പെട്ടെന്ന് ആക്ഷൻ ഫാസ്റ്റ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നൗ ഇൻസുലിൻ ഗ്ലൂലുസിൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബൈ റീപ്ലേസിങ് ലൈസിൻ ഈസ് റീപ്ലേസിങ് അറ്റ് asparagine at B23 and glutamic acid replacing lysine at 29. 23ലും 29ലുള്ള ലൈസിനെയും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് അഗ്രിഗേറ്റിംഗ് പ്രോപ്പർട്ടി ഇല്ലാണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, റാപ്പിഡ് ഓൺസെറ്റ്, അൾട്രാ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, റാപ്പിഡ് ഇൻസുലിൻ. നൗ കമ്മിങ് ടു ദ ഇന്റർമീഡിയറ്റ് ആക്ടിങ്. ഇന്റർമീഡിയറ്റ് ആക്ടിങ്ങിൽ രണ്ട് ഇൻസുലിൻസുകളാണുള്ളത്. ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻസുകളുണ്ട്, അല്ലെങ്കിൽ ലെൻഡെ ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻസുലിൻ ലെൻഡെ ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഐസോഫെയിൻ ഇൻസുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രോട്ടമിൻ ഹെഗാഡ്രോൺ അല്ലെങ്കിൽ NPH ഇൻസുലിൻ എന്ന് പറയുന്ന ഇൻസുലിൻസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്ററി ആക്ഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ആക്ടിങ്ങും ഒരു ഷോർട്ട് ആക്ടിങ്ങും തമ്മിൽ മിക്സ് ചെയ്യാം. ഏതൊക്കെയാണ് ലോങ് ആക്ടിങ്? അൾട്രാ ലെൻഡ് എന്ന് പറയുന്ന ഇൻസുലിൻ, അതാണ് ലോങ് ആക്ടിങ്. അതിൽ ലാർജ് ക്രിസ്റ്റലൈൻ പ്രാക്ടിക്കലി ഇൻസോളിബിൾ പാർട്ടിക്കിൾസുകളാണുള്ളത്, ഇൻസുലിൻ പാർട്ടിക്കിൾസുകളാണുള്ളത്. ആൻഡ് വി വിൽ മിക്സ് വിത്ത് സെമി ലെൻഡ് വിച്ച് ഈസ് എ ഷോർട്ട് ആക്ടിങ് സ്മോളർ പാർട്ടിക്കിൾസ് ഓഫ് അമോർഫസ് പ്രസിപ്പിറ്റേറ്റ് ഇൻ എ റേഷ്യോ ഓഫ് 7:30. അതായത് 7 ml അൾട്രാ ലെൻഡ് എടുക്കുക, അതിലോട്ട് 3 ml സെമി ലെൻഡ് മിക്സ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് ഇൻസുലിൻ ലെൻഡെ അല്ലെങ്കിൽ ഇൻസുലിൻ സിങ്ക് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി ഗിവൺ ബൈ IV. നമുക്ക് ഇൻസുലിൻ IV ആയിട്ടും IM ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ IV ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. സോ വി വിൽ പ്രിപ്പയർ ബൈ ടേക്കിംഗ് 7:3 റേഷ്യോ മിക്സ്ചർ ഓഫ് അൾട്രാ ലെൻഡ് വിച്ച് ഈസ് ലോങ് ആക്ടിങ് ആൻഡ് സെമി ലെൻഡ് വിച്ച് ഈസ് ഷോർട്ട് ആക്ടിങ്. So that is the Lende insulin or insulin zinc suspension. Now isophane insulin or neutral protamine hexadron. Okay, this is the suspension of crystalline zinc insulin combined with the protamine. അതാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഐസോഫെയിൻ ഇൻസുലിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അടുത്തുള്ള റെഗുലർ ഇൻസുലിനെ പ്രോട്ടമിനുമായിട്ട് ബൈൻഡ് ചെയ്യിക്കുക, അതാണ് ന്യൂട്രൽ പ്രോട്ടമിൻ ഹെഗാഡ്രോൺ എന്ന് പറയുന്ന ഇൻസുലിൻ. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും, പല രീതിയിലും മിക്സ് ചെയ്യാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ആക്ടിങ് ആയിട്ടുള്ള സംഗതികൾ നമുക്ക് റെഗുലർ ഇൻസുലിനുമായിട്ട് 7:30 അല്ലെങ്കിൽ 50-50 ആയിട്ട് മിക്സ് ചെയ്തിട്ട് twice daily ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബിഫോർ ഡിന്നർ ആയിട്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ദിവസത്തിൽ 2 നേരം മാത്രം കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഐസോഫെയിൻ ഇൻസുലിൻ അല്ലെങ്കിൽ ന്യൂട്രൽ പ്രോട്ടാമിൻ ഹെഗാഡ്രോൺ അല്ലെങ്കിൽ NPH ഇൻസുലിൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോങ് ആക്ടിങ് ഇൻസുലിൻ Glargine and insulin determinant, which is clear onset of action 1 to 2 hour and duration of action 20 to 24 hour. It cannot be mixed with any other insulin preparation. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഇൻസുലിൻസുകൾ ബാക്കിയുള്ള യാതൊരു ഇൻസുലിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി എന്താണ് ഇൻസുലിൻ ഗ്ലാർഗിൻ എന്ന് പറയുന്നത്? This is a long-acting biosynthetic insulin having 2 additional arginine residue at the carboxy terminus of beta chain, and here we will replace the glycine. Glycine will replace asparagine at 21 പൊസിഷനിലുള്ള A ചെയിനിലുള്ള 21 പൊസിഷനിലുള്ള അസ്പാർജിനെ റീപ്ലേസ് ചെയ്ത് ഗ്ലൈസിൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ മാറ്റുന്നത് കാരണം they will remain soluble at pH 4 and they will precipitate at neutral pH which will encounter on subcutaneous injection which will extend the duration of action. അപ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയം കുറക്കുക എന്നുള്ളതാണ്. ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഡിലേ ചെയ്യും, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 24 hour വരെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻസുലിൻ ഗ്ലാർഗിൻ. നൗ കമ്മിങ് ടു ലാസ്റ്റ് വൺ, ഇൻസുലിൻ ഡിറ്റിമർ. We will modify with myristoyl radical which is attached to the amino group of lysine at B29. B29ലുള്ള ലൈസിനിൽ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസുലിൻ ഡെറ്റിമറിൽ മെരിസ്റ്റോയിൽ റാഡിക്കൽസുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 24 hour ഡ്യൂറേഷൻ ഓഫ് ആക്ഷനുള്ള ഇൻസുലിൻ പ്രിപ്പറേഷൻസുകൾ സിന്തസിസ് ചെയ്യാൻ പറ്റും.
So this is the different types of synthetic preparations. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഇതിലുള്ള ഏതെങ്കിലും ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ്റെ 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അങ്ങനെ ഏത് രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണെങ്കിൽ ലിസ്റ്റ് 5 ഇൻസുലിൻ പ്രിപ്പറേഷൻസ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതാണ് ഇൻസുലിൻ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസുലിൻ പ്രിപ്പറേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ മാർക്കറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് NPH ഇൻസുലിൻ എന്ന് പറയുന്നത്. NPH ഇൻസുലിൻ ആണ് ഒരുവിധം റീകോമിനൻ്റ് DNA ഇൻസുലിൻസ് നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസുലിൻസുകളൊക്കെ NPH ഇൻസുലിൻ ആക്കിയിട്ടാണ് മാറ്റുക. ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ പ്രിപ്പറേഷൻസുകളായിട്ടാണ് മാർക്കറ്റിലുള്ളത്. ഓക്കെ, അതുപോലെ NPH എന്ന് പറയുന്നത് തന്നെയാണ് ഐസോഫെയിൻ ഇൻസുലിൻ. NPHന്റെ വേറൊരു പേരാണ്. ഓക്കെ, so that is all about the preparations. Now coming to the adverse drug reaction. സ്വാഭാവികമായിട്ടും ആദ്യത്തെ adverse drug reaction ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കും. ബോഡിയിൽ എക്സസ് ഉണ്ടായിരുന്ന ഗ്ലൂക്കോസിന്റെ ലെവലൊക്കെ കുറഞ്ഞ് ഗ്ലൂക്കോസിന്റെ ലെവൽ പറ്റ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ഇത് കുറേ കാരണങ്ങളുണ്ട്. ഓവർഡോസ് ആവാം, ആള് അതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അത്രത്തോളം കലോറി ഇൻടേക്ക് ഇല്ലാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ എടുക്കുക, അത് സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാം. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്: സ്വെറ്റിംഗ്, ആങ്സൈറ്റി, പാൽപിറ്റേഷൻ ആൻഡ് ട്രെമർ, then dizziness, headache, behavioral changes, visual disturbances, hunger, fatigue, weakness, muscle coordination and sometimes fall in BP. മസിൽ ഇൻ കോർഡിനേഷൻ. ഓക്കെ, മസിലിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഷിവറിംഗ് ഒക്കെ വലിയ പ്രോബ്ലം ആണ് ഇതിൽ. ഈ ട്രെമർ എന്ന് പറയുന്നത് സാധാരണ ഹൈപ്പോഗ്ലൈസീമിക് ആയാൽ ഉണ്ടാവുന്നതാണ്. നമ്മൾക്ക് തന്നെ ചിലപ്പോൾ ഒരു തണുത്ത ഫീലിങ്ങോട് കൂടിയിട്ടുള്ള ഷിവറിംഗ് ഉണ്ടാവും വിശക്കുന്ന സമയത്ത്. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുന്നത് കൊണ്ടാണ്. എന്ന് വിചാരിച്ച് ഡയബറ്റിക് ആണ് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഇൻസഫിഷ്യൻറ്റ് കലോറി ഇൻടേക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ് ആ ഒരു സമയത്തുണ്ടാവുന്ന ഷിവറിംഗ് ഒക്കെ നമുക്ക് വരുന്നത്. നമ്മളെ ബോഡിയിൽ സമയത്തിന് ഭക്ഷണം കിട്ടണം, അത് കിട്ടാതിരിക്കുന്ന സമയത്തും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. ഓക്കെ, അത് ഇൻസുലിൻ ഉണ്ടായതുകൊണ്ടൊന്നല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ഇൻസുലിൻ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് ADR ആണ്. ഇനി അതർ ADR ആർ ഹൈപ്പോകലീമിയ. ഹൈപ്പോകലീമിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുക്കുന്ന സമയത്ത് പൊട്ടാസ്യത്തിനെ സെല്ലിന്റെ അകത്തോട്ട് വിഡ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ കുറയുന്ന കണ്ടീഷനാണ് ഹൈപ്പോകലീമിയ. സം ടൈം അലർജിക് റിയാക്ഷൻസ് മേ ഒക്കർ, അർട്ടിക്കേറിയ, ആൻജിയോഡീമ, അനഫൈലാക്സിസ്. ദെൻ ലോക്കൽ റിയാക്ഷൻസ് ലൈക്ക് സ്വെല്ലിംഗ്, എറിത്മ, സ്റ്റിഞ്ചിങ് ആൻഡ് ലിപ്പോസ്ട്രോഫി, then weight gain and injection complication. Now what are the different site of injections of insulin? ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാനൊക്കെ അറിയുന്നവർക്ക് ആവശ്യമുള്ള സംഗതിയാണ്. അപ്പർ ഔട്ടർ തൈസിൽ കൊടുക്കാം, അതുപോലെ ബട്ടക്സിൽ കൊടുക്കാം, അബ്ഡോമൻ ഫ്രണ്ട് ഭാഗത്ത് അബ്ഡോമനിൽ കൊടുക്കാം, അപ്പർ ഔട്ടർ ആമിൽ കൊടുക്കാം. IM ഇഞ്ചക്ഷൻസുകളായിട്ടാണ്, ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസുകളായിട്ടാണ് സാധാരണഗതിയിൽ ഇവിടെയൊക്കെ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള നീഡിലാണ് എടുക്കുക. എത്രത്തോളം താവണം എന്നുള്ളതൊന്നും വലിയൊരു പ്രശ്നമില്ലാത്ത ഇഞ്ചക്ഷനാണ് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻസ്. നൗ കമ്മിങ് ടു യൂസസ്. യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റിക് ടൈപ്പ് 1 പേഷ്യൻസ്, gestational diabetics, and for emergency treatment of diabetic ketoacidosis, in alcoholic acute alcoholism, and insulin and glucose are given to hasten the metabolism of alcohol in the liver. So these are the different uses of insulin. So that is all about the insulin pharmacology. Thank you.